രാധിക നായർ, ഇപ്പോൾ ഈ കേജ്രിവാള് എവിടെ ഇരുന്ന് എഴുതി, കേജ്രിവാള് കമ്പ്യൂട്ടർ ഇല്ല, ടൈപ്പ് റൈറ്റർ ഇല്ല, പിന്നെ ഇതെങ്ങനെ രചിച്ചു, അതിലെങ്ങനെ സീലു കുത്തി, ഇതെങ്ങനെ പുറത്തു വന്നു, ഈ കാര്യങ്ങളൊക്കെ ഗവേഷണം ചെയ്യാണ് PR ശിവശങ്കരൻ്റെ പാർട്ടി. എന്ന് മാത്രമല്ല അതിഷിക്ക് ഇതെങ്ങനെ കിട്ടി എന്നതടക്കമുള്ള കാര്യങ്ങളിൽ ഇനി അതിഷിയും ചോദ്യം ചെയ്യലിന് വിധേയമാകാൻ പോകും എന്ന സൂചനകളും വരികയാണ്. അപ്പോൾ നിങ്ങളിൽ ഈ കേജ്രിവാൾ, നിങ്ങളിപ്പോൾ സോഷ്യൽ മീഡിയയിൽ നിങ്ങളുടെ പ്രചാരണം തുടങ്ങിയല്ലോ, കേജ്രിവാളിനെയാണ് മോദി ഏറ്റവും ഭയക്കുന്നതെന്ന്, അതിഷിയെയും ഭയം, എല്ലാവരെയും ഭയം, ഏത് നീക്കത്തെയും ഭയം എന്ന അവസ്ഥയാണോ മോദിക്കും ഈ കേന്ദ്ര സർക്കാരിനും ഉള്ളത്? രാധിക. യെസ് വേണു, പേടിയില്ലായിരുന്നെങ്കിൽ ഈ വക ഡ്രാമ രചിക്കേണ്ട ആവശ്യമില്ലായിരുന്നു BJPക്ക്. ഇസ് ബാർ 400 പാർ, 400-നപ്പുറം ഞങ്ങളുടെ സീറ്റുകൾ കടക്കും എന്ന് പ്രഖ്യാപിച്ചിരുന്ന BJP 2 മാസങ്ങൾക്ക് മുമ്പ് എന്തുകൊണ്ടാണ് ഈ ഇലക്ഷൻ പ്രഖ്യാപിച്ച് കഴിഞ്ഞ് ഇത്രയും ഏറെ വേറെ പാർട്ടികളെ അടച്ചുപൂട്ടിയിടാൻ ശ്രമിക്കുന്നത്? പ്രത്യേകിച്ച് അരവിന്ദ് കെജ്രിവാളിനെ. വേണു ഒരു വാചകം പറയുണ്ടായി, അത് അറിയാതെ പറഞ്ഞു പോയതാണോ അതോ അറിഞ്ഞുകൊണ്ട് പറഞ്ഞതാണോ എനിക്ക് അറിഞ്ഞൂടാ. മോദിയുടെ ED, മോദിയുടെ IT എന്ന് പറഞ്ഞു. അങ്ങനെ തന്നെ ആയിരിക്കുകയാണ്. നമ്മുടെ ഇൻവെസ്റ്റിഗേഷൻ ഏജൻസീസ് ഇന്ന് സർക്കാരിൻ്റെ ഇരകളായി മാറുകയാണ്. സർക്കാർ പറയുന്നിടത്താണ് അവർ റെയ്ഡ് നടത്തുന്നത്. സർക്കാർ പറയുമ്പോൾ സർക്കാരിൻ്റെ ഖജനാവിൽ അല്ലെ BJPയുടെ ഖജനാവിൽ ഇലക്ടോറൽ ബോണ്ട് എത്തിക്കഴിയുമ്പം ED എടുത്ത നടപടി അല്ലെങ്കിൽ രജിസ്റ്റർ ചെയ്ത കേസുകൾ എല്ലാം തന്നെ പിൻവലിക്കുന്നു. ഇതാണ് ഈ രാജ്യത്തിൻ്റെ ഇന്നത്തെ സത്യാവസ്ഥ. 335 കേസുകൾ ഉണ്ട്. അതിൻ്റെ പ്രൂഫ് ആൻഡ് റെക്കോർഡ്സ് അന്ന് രാത്രിയിൽ SBI അവരുടെ വെബ്സൈറ്റിൽ ഈ ഡേറ്റ എല്ലാം അപ്ലോഡ് ചെയ്യുകയായിരുന്നു. അതുകൊണ്ടാണ് അതിൽ നിന്ന് ജനങ്ങളുടെ ശ്രദ്ധ മാറ്റാൻ വേണ്ടിയാണ് ഈ അറസ്റ്റ് നടത്തിയതെന്നുള്ളത് ഇന്ന് ഇന്ത്യയിലെ എല്ലാ പൗരന്മാർക്കും മനസ്സിലാകുകയാണ്. സോ ദിസ് ഇസ് എ ഡ്രാമ, ദിസ് ഇസ് എൻ ഓർക്കസ്ട്രേറ്റഡ് ഡ്രാമ. ഒരു ഫുൾ ഫ്ലെഡ്ജഡ് ഡ്രാമ കമ്പനിയാണ് നമ്മളുടെ സർക്കാർ എന്ന് പറയുന്ന ഒരു സംരംഭം. അത് എന്തുകൊണ്ടാണ് അവർക്ക് ഈ സ്ക്രിപ്റ്റ് രചിക്കേണ്ടി വരുന്നത്? ബിക്കോസ് ഓഫ് ഫിയർ. ബിക്കോസ് അവരുടെ മേൽ ഉന്നയിക്കുന്ന ആരോപണങ്ങൾക്ക് അവർക്ക് മറുപടി ഇല്ല. ബിക്കോസ് എക്സ്റ്റോർഷൻ്റെ ഒരു റാക്കറ്റായിട്ട് തന്നെ മാറിയിരിക്കുകയാണ്. എൻഫോഴ്സ്മെൻറ്റ് ഡയറക്ടറേറ്റ് ആണോ എക്സ്റ്റോർഷൻ ഡയറക്ടറേറ്റ് ആണോ ഇത്? രജിസ്റ്റർ ചെയ്ത കേസുകൾ, ഗുരുതരമായ ആരോപണങ്ങൾ, സോളിഡ് എവിഡൻസ് ആൻഡ് പ്രൂഫ് ഓൺ പേപ്പർ, അതുണ്ടായിട്ടാണ് ഈ 335 കമ്പനീസിനെതിരെ അവർ കേസുകൾ ഫയൽ ചെയ്തത്. ഇപ്പം അത് പ്രൂഫുണ്ട്, ഇപ്പോൾ നമ്മളുടെ കയ്യിൽ പ്രൂഫുണ്ട്. ആ കേസുകൾ ചെയ്ത് അവരെ റെയ്ഡ് ചെയ്ത് കഴിഞ്ഞപ്പോൾ, നടപടിയെടുത്ത് കഴിഞ്ഞപ്പോൾ BJPക്ക് ഇലക്ടോറൽ ബോണ്ട് ലഭിച്ചതോടെ ആ ഫയലുകളും കേസുകളും അടച്ചു മാറ്റി. ഇതാണ് നമ്മളുടെ ഇന്നത്തെ ഇന്ത്യയുടെ സത്യാവസ്ഥ. സോ മോദിയുടെ ED, മോദിയുടെ IT ആയിട്ട് തന്നെ മാറിയിരിക്കുകയാണ്. കോൺഗ്രസിനെതിരെ 30 കൊല്ലം മുമ്പ് ഉണ്ടായ ഒരു IT ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ അനോമലിയാണ് ഇന്നിപ്പോൾ അവർ ചർച്ചാ വിഷയമാക്കിയിരിക്കുന്നത്. ഇതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാം, എതിരാളികളെ അടച്ചുപൂട്ടിയിടാൻ അല്ലെങ്കിൽ അവരെ കൊണ്ട് ക്യാമ്പയിൻ ചെയ്യിപ്പിക്കാതിരിക്കാൻ വേണ്ടിയുള്ള ശ്രമമാണ്. പൊളിറ്റിക്സിനൊരു ഭദ്രത ഉണ്ടായിരുന്നു, ഒരു ഭദ്രത വേണം. ആ ഭദ്രതയാണ് BJP ഇല്ലാതാക്കുന്നത്. ഇൻഡിപെൻഡൻസ് കഴിഞ്ഞ പിന്നെ നമ്മൾ ഇതുമാതിരിയുള്ള ഒരു വയലൻസ് കണ്ടിട്ടില്ല. ദിസ് ഇസ് വയലൻസ് അഗൈൻസ്റ്റ് ഡെമോക്രസി. ഇതൊരു സ്ക്രിപ്റ്റഡ് ഡ്രാമയാണ്, പ്ലോട്ടിംഗ് ആൻഡ് മെക്കിനേഷൻസ്. ഈ വക ഷഡയന്ത്രങ്ങൾ രചിക്കുകയാണ് അവര്. ബിക്കോസ് അവരുടെ കയ്യിൽ മോദിജി ചെയ്തിട്ടുള്ള പണികൾ മതിയെങ്കിൽ, അദ്ദേഹത്തിന്റെ ബോഡി ഓഫ് വർക്ക് മതിയെങ്കിൽ എന്തുകൊണ്ടാണ് അവർക്ക് ഈ വക കാര്യങ്ങൾ ചെയ്യേണ്ട ആവശ്യം?